എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആവാനാണ് സാധ്യത. ഈ ഇങ്ങനെയുള്ള ബോർഡ് കണ്ടവരുണ്ടാവും ഒരുപാട്. ഇത് TDA 2030 എന്ന് പറയുന്ന ഒരു IC വെച്ചുള്ള ഒരു 5.1 ബോർഡാണ്. അപ്പൊ ഈ ബോർഡിൽ വന്നിട്ടുള്ളത് ഇവിടെ എഴുതിയത് ഇതിന്റെ ഫിൽട്ടർ കപ്പാസിറ്റർ എല്ലാം ഊരിയതാണ്. അപ്പൊ ഈ ഫിൽട്ടർ കപ്പാസിറ്റർ പറയുന്നത് 4700 25 വോൾട്ട് ആണ് ഇതിന്റെ കപ്പാസിറ്റർ ഉണ്ട്. അപ്പോ അതെന്തിനാണ് അത്ര വാല്യൂ ഇട്ടത് എന്ന് അറിയുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോവാം, ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. അത് അറിയാത്തവർക്കോ അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർക്കോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് 4700, എന്തുകൊണ്ട് 470 ആയിക്കൂടാ, എന്തുകൊണ്ട് 47,000 ആയിക്കൂടാ, എന്തുകൊണ്ട് 4 ഫാരഡ് ആയിക്കൂടാ എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ ഡൗട്ട്. അത് എന്തുകൊണ്ടാണ് 4700 വന്നതെന്ന് വെച്ചാൽ അതൊരു ഇക്വേഷൻ, അതിന്റെ ഒരു തിയറട്ടിക്കലായിട്ട് ഇത്ര വോൾട്ടിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് 4700 എത്തിപ്പെട്ടത്. അപ്പൊ ആ ഇക്വേഷൻ എന്താന്ന് പറയുന്നത് ഈ കാണുന്ന അതിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 4700 അപ്രോക്സിമേറ്റ് അപ്പുറത്തോ കിട്ടും. അപ്പൊ നമുക്ക് ആ അവൈലബിൾ ആയ വാല്യൂ 4700 ആയിരിക്കും. അപ്പൊ 4500 സംതിങ് കിട്ടിയാൽ നമ്മൾ 4700 വാങ്ങിയിടും. അപ്പൊ 6000 ചില്ലാണ് കിട്ടിയാൽ നമ്മൾ 6800 വാങ്ങിയിടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാല്യൂയിലേക്ക് എത്തിപ്പെട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ വില വളരെ കൂടുതലായിരിക്കും. അതിന്റെ യഥാർത്ഥ വാല്യൂ ഉള്ള RMSന് വേണ്ട കപ്പാസിറ്റൻസ് ഇട്ട് കൊടുത്താൽ ഇതിന്റെ വില വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത് നമുക്ക് വാങ്ങില്ല. ഇതിപ്പോ 300-400 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് ഇത് വാങ്ങിട്ടും. പക്ഷെ ആ കപ്പാസിറ്റർ സ്വന്തത്തിന് 1000 രൂപ വരും. അപ്പൊ അത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇതിന്റെ വിലയെ? അപ്പൊ അത്രയും വില വരും. അപ്പൊ ഇതാണ് ഇതിനകത്ത് പറഞ്ഞിരുന്ന ആ 4700 25 വോൾട്ട് കപ്പാസിറ്റർ. അപ്പൊ ഈ കപ്പാസിറ്റർ 2 വരേണ്ട ആവശ്യം, ഇതിനെ ഒരു കമ്പനിയുടെ ആണ്. നമുക്ക് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് അറിയില്ല. ചെക്ക് ചെയ്താലും വാല്യൂ കാണിക്കായിരിക്കും, പക്ഷെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നറിയില്ല. ഇത് 4700 50 വോൾട്ട് കപ്പാസിറ്റർ. അപ്പൊ നമ്മൾ ഈ 27 വോൾട്ട് ഒക്കെ വരുന്ന ഈ ആംപ്ലിഫയറിന്റെ മോസ്ഫെറ്റ് ബോർഡ്, TDA 7294 മേലുള്ള ICകൾ വരുന്നത്, മോസ്ഫെറ്റ് വരുന്നൊക്കെ ബോർഡുകളിൽ 27 വോൾട്ട് ആണ് വരുന്നത്. അപ്പൊ അതിലേക്കൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള ഈ 4700 50 വോൾട്ട് കപ്പാസിറ്റർ ആണ്. അപ്പൊ അതിങ്ങനെയുള്ള ഈ ടൊറോയിഡൽ, ഇപ്പൊ ഇതൊരു ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. ഇത് ഞാനിവിടെ ടെസ്റ്റിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൽ വരുന്ന 2 വെച്ചിട്ടുള്ളത് 4700 50 വോൾട്ടിന്റെ 2 കപ്പാസിറ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് ഇത്ര അവൈലബിൾ ഉള്ളൂ. എനിക്ക് ഇപ്പൊ ഇതിന് കുറച്ച് വേണ്ട RMS കൊടുത്തിട്ടൊന്നും ഇതിന് വേണ്ട കപ്പാസിറ്റർ വാങ്ങിയിടാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ റിസർവർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞ സാധനം കിട്ടാണ്ട്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ 10,000 മൈക്രോഫാരഡ് 100 വോൾട്ട് ആണ് ഇതിന്റെ വാല്യൂ. അപ്പൊ ഈ 4700 50 വോൾട്ട് വരുന്ന സ്ഥാനത്ത് നമ്മൾ ഈ ഒരു റിസർവർ ടൈം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. കാരണം ബേസ് ഡ്രോപ്പ് ആവുക എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ നിന്ന് ബേസ് ഡ്രോപ്പ് ആവുന്നതും ഈ സാധനത്തിൽ നിന്ന് ബേസ് ഡ്രോപ്പ് ആവുന്നില്ല. ഇതിന്ന് ഒരു ഡബ് സ്റ്റെപ്പ് ഒക്കെ വരുന്ന ഒരു ബേസ് ഒക്കെ ആണെങ്കിൽ അത് നല്ല സ്ട്രോങ്ങില് നല്ല സ്പീഡിൽ ബേസ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്ര സ്പീഡിൽ അടിക്കുമ്പോൾ ആ സ്റ്റോറേജ് ഇതിന് താങ്ങി നിർത്തി സ്റ്റോറായി ഡിസ്ചാർജ് ആവാനുള്ള ടൈമിനുള്ളിൽ ബീറ്റ് വന്ന് പോകുമ്പോൾ ഇതിനുള്ളിൽ സാധനം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണ്ട ബേസ് എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ഇതിനുള്ളിൽ സ്റ്റോർ ആയി കഴിയുമ്പോൾ ഒരു 3-4 ബേസ് അടിക്കാനുള്ള സ്റ്റോറേജ് ഇതിൽ ഉണ്ടാവും ഓൾറെഡി. ഇത് 2 ബേസ് അടിച്ച് 2 ബീറ്റ് അടിച്ചിട്ട് ഡ്രോപ്പ് ആകുമ്പോഴേക്കും അടുത്തത് വന്ന് സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഇതിന്റെ കപ്പാസിറ്റി കുറയുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ കപ്പാസിറ്റൻസ് കൂടുമ്പോൾ ബേസിന്റെ എഫിഷ്യൻസി കൂടുന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലായി. ഇതിപ്പോ ഒരു മോസ്ഫെറ്റ് ബോർഡാണെന്ന് വിചാരിക്കുക. ആ ബോർഡിലേക്ക് ഇത് വാങ്ങുകയാണെങ്കിൽ 2 കൂടി 150 രൂപ, ഒരു 75 രൂപ ഒന്നിന് വില ഉണ്ട്. 2 150 രൂപ. അതേസമയം ഒരു 10,000ന്റെ കപ്പാസിറ്റർ വാങ്ങുകയാണെങ്കിൽ ഒന്നിന് 400 ചില്ലാ രൂപ, 2 900 രൂപ, ബോർഡ് വേറെ 1000 സംതിങ് രൂപ. മറ്റേതും ഇതും തമ്മിൽ ഒരു 500-600 രൂപേന്റെ മാറ്റം വന്നു. അപ്പൊ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. വേണ്ട, നമുക്ക് ഇത് മതി, 2ലും ബേസ് കിട്ടിയില്ല എന്നുള്ള ചോദ്യം വരും. പക്ഷെ ആ ബേസ് ഈ ബേസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആന എണ്ണപ്പൊട്ടനം പോലുള്ള മാറ്റം ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള വീഡിയോ ചെയ്യും. ഇനി അതല്ല, ഇങ്ങനെയുള്ളത് വെച്ചിട്ടുള്ള വ്യത്യാസം ഉള്ള ഒരു ആംപ്ലിഫയർ അസംബ്ലി ഉണ്ടാകുന്ന ആ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇത് വാങ്ങാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഇത് വാങ്ങാൻ നാട്ടിൽ കിട്ടും, ഇത് നാട്ടിൽ കിട്ടില്ലെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഇട്ടുതരാം. നിങ്ങളിത് വാങ്ങി പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് എത്രത്തോളം വ്യത്യാസമുണ്ട്, എത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും വരുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് സബിൽ മാത്രമാണ്. സബ്വൂഫർ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇപ്പൊ പറഞ്ഞ ഡ്രോപ്പും വേരിയേഷനും ഒക്കെ കാണുന്നുള്ളൂ. അല്ലാതെ സാധാരണ നമ്മൾക്ക് ടോപ്പും ചാനലൊന്നും ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് ഞാൻ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ചാർജ് ചെയ്തിട്ട് ഡിസ്ചാർജ് ആവുന്നതിന്റെ ടൈം
നമുക്കൊന്ന് ബൾബ് വെച്ച് ചെക്ക് ചെയ്ത് കാണാം. ഞാനിപ്പോൾ ആദ്യം 4700 25 വോൾട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യണം. ഇതൊരു പഴയ മോഡൽ ആംപ്ലിഫയറിലൊക്കെ വരുന്ന ടൈപ്പാണ്. 2225 വോൾട്ട് വാല്യൂ ഉള്ള കപ്പാസിറ്റർ. അത് ഡിസ്ചാർജ് ആവുന്ന ടൈം നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ പവർ ബാങ്ക് പോലെ കപ്പാസിറ്റർ ബാങ്ക് ഉണ്ടാക്കിയാണ്. ഒരു ചെറിയ വാല്യൂ ഉള്ളത്, അതായത് 2225 വോൾട്ടിന്റെ ഒരു ചെറിയ കപ്പാസിറ്റർ ബാങ്ക്. അപ്പോൾ അത് വാല്യൂ എത്ര ആവുമെന്ന് വെച്ചാൽ ഒരു 6600 മൈക്രോഫാരഡ് 25 വോൾട്ടിലേക്ക് ഇതിന്റെ വാല്യൂ കയറും. ഇത് ഡിസ്ചാർജ് ആക്കി നോക്കാം. ഇതാണ് നമ്മളെ റിസർവോയർ കപ്പാസിറ്റർ. ഇത് ലിഫ്റ്റ് മറ്റുള്ളതിലൊക്കെ ഉപയോഗിക്കാൻ, മറ്റേ ലിഫ്റ്റിന്റെ ഒക്കെ റിലേയിലൊക്കെ ഈ കപ്പാസിറ്റർ കാണാം. അപ്പൊ ഇത് ഡിസ്ചാർജ് ആവുന്ന ടൈമും ചാർജിങ് ടൈമും നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാം. വീഡിയോ കൂടുതൽ കാണാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാനും കൂടുതൽ ടെക് വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.